തുറക്കാത്ത വാതിൽ. രചന അഞ്ജു തങ്കച്ചൻ. ദേ പെണ്ണെ, വിറക് കീറിക്കഴിഞ്ഞെങ്കിലേ ഈ തുണികളങ്ങ് കഴുകിട്ടേര്. അവളുടെ മുന്നിലേക്ക് കുറച്ചധികം തുണികൾ വാരിയിട്ടുകൊണ്ട് സന്ധ്യ പറഞ്ഞു. കൂട്ടിയിട്ടിരിക്കുന്ന തുണികളിലേക്ക് നോക്കിയപ്പോൾ നയനക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാര്യം താൻ ഇവിടുത്തെ ജോലിക്കാരിയാണെങ്കിലും ഇത്തിരി സൗമ്യതയോടെ പെരുമാറിക്കൂടെ ഇവർക്ക്. രാവിലെ 6 മണിക്ക് ജോലിക്ക് വന്നാണ്. ഇപ്പോൾ 10 മണിയായി. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. വിശന്നിട്ട് വയറെരിയുന്ന പോലെ. അവൾ ടാപ്പ് തുറന്ന് വെള്ളം കുടിച്ചു. അകത്തുനിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും അവൾ അകത്തേക്ക് ഓടി. വിയർത്ത് കുതിർന്ന മാറിടങ്ങൾ കഴുകിയിട്ട് കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് ചേർത്തു. അവന്റെ കുഞ്ഞു വയറ് നിറയാനുള്ള അമ്മിഞ്ഞപ്പാൽ കിട്ടാഞ്ഞിട്ടാവും കുഞ്ഞ് ഉറക്കെ ഉറക്കെ കരഞ്ഞു. അത് കണ്ടതും അവളുടെ ഇടനെഞ്ചിൽ ഒരു കരച്ചിൽ പിടഞ്ഞുണർന്നു. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞിൻ്റെ വയറ് നിറക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. ചേച്ചി, കുഞ്ഞിന് വിശന്നിട്ടാവും കരയുന്നു. ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്, ഞാൻ തിളപ്പിച്ചു തരാം, വൈകമോള് പറഞ്ഞു. അയ്യോ വേണ്ട മോളെ, സന്ധ്യ ചേച്ചിയെ കണ്ടാൽ വഴക്ക് പറയും. സന്ധ്യ ചേച്ചിയുടെ മോളാണ് 8ൽ പഠിക്കുന്ന വൈകമോള്. സന്ധ്യ ചേച്ചി മറുതയാണെങ്കിലും വൈകമോള് പാവാണ്. ചേച്ചി കാണാതെ കുഞ്ഞിന് ബിസ്ക്കറ്റും പാലുമൊക്കെ കൊടുക്കും. താൻ പണിയെടുക്കുമ്പോൾ ചേച്ചി കാണാതെ കുഞ്ഞിനെ അവൾ നോക്കും. ചിലപ്പോഴൊക്കെ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും രാത്രി കഴിക്കാനുള്ള ഭക്ഷണം നിർബന്ധിച്ച് തന്നുവിടും. 7 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് പല വീടുകളിൽ അടുക്കളപ്പണി ചോദിച്ചെന്നെങ്കിലും ചെറിയ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് പലരും ഒഴിവാക്കി. ഇവിടെ ജോലി ചോദിച്ച് വന്നപ്പോൾ തന്നെ സന്ധ്യ ചേച്ചി പറഞ്ഞു ഇവിടെ ജോലിക്ക് നിന്നോളാൻ. വൈകമോൾ കുഞ്ഞിനെയും എടുത്ത് കൊഞ്ചിച്ച് നടക്കുമ്പോൾ താൻ വേഗം ജോലികൾ തീർക്കും. പക്ഷേ 3000 രൂപ മാത്രമേ തനിക്ക് കൂലിയായി തരൂ. അതുകൊണ്ട് എന്താവാനാണ്? വീട്ടിലേക്കുള്ള ഇച്ചിരി സാധനങ്ങളും കറണ്ട് ബില്ലും വെള്ളത്തിൻ്റെ കാശൊക്കെ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 1 രൂപ പോലും മിച്ചം ഉണ്ടാവാറില്ല. 7 മാസം പ്രായമുള്ള കുഞ്ഞിന് ആകെയുള്ളത് 2 ഉടുപ്പാണ്. അതാവട്ടെ ഒന്നവ മുള്ളിക്കഴിയുമ്പോൾ തന്നെ ആകെ നനയും. കള്ളച്ചെറുക്കം മൂത്രമൊഴിച്ചിട്ട് അതിൽ കാലിട്ടടിക്കും. അവന് കുറച്ച് കുഞ്ഞുടുപ്പുകൾ പോലും വാങ്ങാൻ കഴിയാത്തൊരമ്മയായി പോയി താൻ. കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ജോലിക്ക് പോയി തൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെങ്കിലും തനിക്ക് നന്നായിട്ട് നോക്കാമായിരുന്നു. നീ ഇത് എന്താലോചിച്ച് നിൽക്കുക? ഇവിടെ പിടിപ്പത് പണിയുണ്ട്. അന്നേരം സ്വപ്നവത്ത് നിൽക്കുക അവള്. നിനക്ക് വിശപ്പുണ്ടില്ലേ? ചോറെടുത്ത് കഴിച്ചോ? കറിയൊക്കെ തീർന്നു, അച്ചാർ അവിടെ കാണും. അലസതയോടെ പറഞ്ഞിട്ട് സന്ധ്യ പോയി. നയൻ അടുക്കളയിലേക്ക് നടന്നു. സിങ്കിൽ കുന്നുകൂടി പാത്രങ്ങൾ കിടക്കുന്നു. ഈശ്വര, ഈ ചേച്ചി എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നതാണ്. കുറച്ചുമുമ്പ് അടുക്കളയിൽ എല്ലാ പണിയും ഞാൻ തീർത്താണ്. വേഗം ഇത്തിരി ചോറ് കഴിച്ചെന്ന് വരുത്തി. അപ്പുറത്ത് വൈകിയുടെ കൂടെ മോൻ ചിരിച്ച് കളിക്കുന്ന ഒച്ച കേൾക്കുക. അവളുടെ മനസ്സ് നിറഞ്ഞു. ആ കുഞ്ഞിച്ചിരി കേട്ടാൽ മതി, സങ്കടമെല്ലാം മാറും. അവൾ പാത്രങ്ങൾ ഓരോന്നായി കഴുകി തുടങ്ങിയപ്പോഴാണ് വൈകി ഒരു ഗ്ലാസ് പാലുമായി അങ്ങോട്ട് വന്നത്. ചേച്ചി, വേഗം ഇത് കുടിച്ചോ. അയ്യോ എന്താ ഇത് മോളെ, എനിക്ക് വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല ചേച്ചി, ഇത് കുടിക്കേ. മോന് പാലൂട്ടാനുള്ളതല്ലേ. ചേച്ചി നന്നായിട്ട് ഭക്ഷണം കഴിച്ചാലേ കുഞ്ഞിന് കുടിക്കാനുള്ള പാലുണ്ടാവും. ഇത് കുടിക്കേ. വേണ്ട മോളെ, സന്ധ്യ ചേച്ചി കണ്ട വഴക്ക് പറയും. ഇല്ല, കാണില്ല. അവൾ ഗ്ലാസ് നയനയുടെ ചുണ്ടോടി ചേർത്തു. വെറും 8ാം ക്ലാസ്സുകാരിയാണെങ്കിലും എന്തൊരു കരുതലാണ് അവൾക്ക്, ഒരമ്മയെ പോലെ. അല്ലെങ്കിലും ഏതൊരു കൊച്ചു പെൺകുട്ടിയിലുണ്ടാവും ഒരമ്മ മനസ്സ്. അവൾ വൈകിയെ കുറേ നേരം നോക്കി നിന്നു. എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പോവാ. അവളുടെ മുഖത്ത് നാണം വന്ന് കണ്ടപ്പോൾ നയനയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഈ കൊച്ചിനെന്താ ഇവിടെ ഇങ്ങനെ അടുക്കളയ്ക്ക് എടുത്തിരിക്കുന്നത്? ഇതിനൊന്ന് എടുത്ത് പിടിക്കുന്നുണ്ടോ? സന്ധ്യയുടെ ഉറക്കെയുള്ള പറച്ചിൽ കേട്ട് നയന ഓടി വന്ന് കൊച്ചിനെ എടുത്തു. ഇങ്ങത്താ ചേച്ചി, ഞാൻ നോക്കിക്കോളാം. വൈക കുഞ്ഞിനായി കൈ നീട്ടി. നിനക്ക് പഠിക്കാവുന്നില്ല വൈകെ? അവള് കൊച്ചിനെ നോക്കാൻ നടക്കുന്നു. പോയിന്ന് പഠിക്കടി. സന്ധ്യയുടെ അലർച്ച കേട്ട് വൈക മുറിയിലേക്ക് ഓടി. നയന കുഞ്ഞിനെ ഒക്കത്തെ വെച്ച് അടുക്കള അടിച്ചു വൃത്തിയാക്കി. കുഞ്ഞു ഉറക്കം വന്ന് അവളുടെ തോളിൽ ചാഞ്ഞപ്പോൾ അടുക്കളയിൽ തന്നെ ടർക്കി വിരിച്ച് കുഞ്ഞിനെയും അതിൽ കിടത്തി. ശേഷം വൈകിട്ടുണ്ടാക്കാനുള്ള കറികൾ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച്. ഇന്ന് നേരത്തെ പണികൾ ഒതുക്കി 6 മണിയാകുമ്പോൾ വീട്ടിൽ പോകണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 6:30 ആകുമ്പോഴാണ് വീട്ടിൽ പോകുന്നത്. പോകും വഴി ഒരുത്തനെന്ന് ശല്യം ഉണ്ടാക്കുന്നുണ്ട്. അവനെ സത്യത്തിൽ പേടിയാണ്. സാൻഡോയുടെ കൂട്ടുകാരനാണ് ഷിബു. അവനാണിപ്പോൾ വല്ലാത്ത ശല്യമായി പുറകെ കൂടിയിരിക്കുന്നത്. സാൻഡോ നിന്നെ ഇട്ടിട്ട് പോയില്ലേ? എൻ്റെ കൂടെ പോര്, കുറച്ച് നാൾ ഞാൻ നോക്കിക്കോളാം എന്നാണ് അവൻ പറയുന്നത്. അവനെ കാണുന്നതന്നെ പേടിയാണ്. തന്നെ കാണുമ്പോഴുള്ള ഒരു വഷളം ചിരിയുണ്ട്. കൃത്യം 6:30 ആകുമ്പോൾ അവൻ വഴിയിൽ കാത്തു നിൽക്കാറാണ് പതിവ്. അതുകൊണ്ട് അതിനുമുമ്പേ വീട്ടിലെത്തണം. അടുത്തടുത്ത് ഒത്തിരി വീടുകളുണ്ട്. പുറത്തുനിന്ന് ഒരാൾ കോളനിക്കുള്ളിൽ വന്ന് ഉപദ്രവിക്കില്ല. ആ ഒരു ധൈര്യത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല. കോളനിക്കുള്ളിലും ചില വഷളം നോട്ടമായി ചിലരുണ്ട്. ആരുടെയും മുഖത്ത് നോക്കാതെ മൗനമായി കടന്നുപോകും. ഭയമാണ് എല്ലാവരെയും. 7 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ആരും തുണക്കില്ലാതെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് എത്ര നാൾ ജീവിക്കും അറിയില്ല. എല്ലാത്തിനും കാരണം താൻ തന്നെയാണ്. തൻ്റെ എടുത്തിയാട്ടം. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സാൻഡോയെ കാണുന്നത്.
തന്നെ കാണാനായി മാത്രം കാത്തു നിൽക്കുന്ന അവനെ കുറേ നാൾ കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷേ തനിക്ക് അവനെ ജീവനായിരുന്നു. അന്യജാതിക്കാരനായതുകൊണ്ട് തന്നെ ഒരിക്കലും സ്വന്തമാക്കാനാവില്ലെന്നറിയാം. എന്തിനാണ് വെറുതെ പ്രതീക്ഷ കൊടുക്കുന്നതെന്ന് കരുതി ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷെ ഒരിക്കലും അവൻ മുന്നിൽ കയറി നിന്നു. അനാഥനായ അവന് മറ്റാരുമില്ല, ഞാൻ ജീവിക്കുന്നതിൻ്റെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു. നിറഞ്ഞ ആ മിഴികളെ കണ്ണിൽ നിന്നടിക്കാൻ തോന്നിയില്ല. അവനെ അത്ര നാൾ അടക്കി പിടിച്ച സ്നേഹം കൊണ്ട് പൊതി. ഒടുവിൽ അവൻ പറഞ്ഞു ഒരുമിച്ച് ജീവിക്കണമെന്ന്. ഒരിക്കലും ആരും കാണാതെ അവനോടൊപ്പം ഇറങ്ങിപ്പോന്നു. ചേരിയിലെ ഈ കോളനിയിൽ തകര ഷീറ്റ് മേഞ്ഞ ഒറ്റമുറി വീട്ടിൽ വാടകയ്ക്ക് ജീവിതം തുടങ്ങി. പിന്നീട് താൻ കൊണ്ടുവന്ന സ്വർണം വിറ്റ് ആ വീട് സ്വന്തമായി വാങ്ങി. ആദ്യ മാസങ്ങളിലൊക്കെ സ്വർഗതുല്യമായിരുന്നു ജീവിതം. പക്ഷെ പതിയെ പതിയെ അവൻ തനി സ്വഭാവം പുറത്തെടുത്തു. ഒരു ജോലിക്കും പോവില്ല. അവിടെ വെച്ചാണ് താൻ സത്യം പറഞ്ഞത്. അവൻ അനാഥനല്ല. പെണ്ണ് കേസിൽ അകത്തു പോയതോടെ അവന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. അവൻ ഓരോ പെണ്ണിനെയും ഡ്രസ്സ് മാറ്റുന്ന ലാഘവത്തോടെയാണ് മാറ്റുന്നതെന്ന്. അവൻ്റെ മുഖത്ത് നിഷ്കളങ്കതയും സൗന്ദര്യവും കണ്ട് പെണ്ണുങ്ങൾ മയങ്ങും. തൻ്റെ സ്നേഹം കൊണ്ട് അവനെ തിരുത്താൻ കുറേ ശ്രമിച്ചു. പക്ഷേ പതിയെ പതിയെ അവൻ വീട്ടിൽ വരാതെയായി. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞ് ഈ വയറ്റിൽ സ്ഥാനം പിടിച്ചിരുന്നു. അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ വെച്ച് അവന് ജന്മം നൽകുമ്പോൾ കോളനിയിൽ തന്നെയുള്ളൊരു ചേച്ചി സഹായത്തിനായി നിന്നു. അവരാവട്ടെ സദാസമയവും തന്നെ കുറ്റപ്പെടുത്തും. കൊച്ചെ, നിന്നെ നോക്കിയിരിക്കാനെങ്കിൽ നേരല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്ക്. നീ വേദന കൊണ്ട് നിലവിളിച്ചപ്പോൾ കൂടെ പോകുന്ന ഞാനൊരു പെണ്ണായതുകൊണ്ടാ എന്ന് വെച്ച് എനിക്ക് നിന്നെ നോക്കിയിരിക്കാൻ പറ്റില്ല. മുറുമുറുപ്പോടെയാണെങ്കിലും ഡിസ്ചാർജായി വീട്ടിൽ വരുന്നവരെ അവർ കൂടെ ഉണ്ടായിരുന്നു. വീട്ടുകാരെ മുഴുവൻ വേദനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നല്ലേ, അനുഭവിക്കാതെ പറ്റില്ലല്ലോ. പെറ്റ പെണ്ണല്ലേ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്ന് തന്നു. കുറേ ദിവസം പൊടിക്കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു. നിസ്സഹായതയോടെ ചങ്ക് പൊട്ടിക്കറിഞ്ഞ ദിവസങ്ങളായിരുന്നത്. ഒരു രൂപ പോലും കയ്യിലില്ല. വീട്ടിലൊന്നും അവശേഷിക്കുന്നില്ല. വിൽക്കാനായി കയറ് വരിഞ്ഞ പഴയ കട്ടിൽ മാത്രമുണ്ട്. അതാണെങ്കിൽ ആർക്കും വേണ്ടതാനും. കുഞ്ഞ് ജനിച്ച് 2ാമത്തെ ആഴ്ച മുതൽ അവൾ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് ചെന്നു. ആ ചേച്ചി അച്ചാറും പലഹാരങ്ങളും ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. കുഞ്ഞുറക്കാവുമ്പോൾ ആ ചേച്ചിക്ക് ഇഞ്ചിയും മാങ്ങയൊക്കെ അരിഞ്ഞു കൊടുക്കും. പറ്റുന്ന പോലെ സഹായിക്കും. സത്യത്തിൽ ആ ചേച്ചിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ജോലിയുള്ളൂ. എങ്കിലും എൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് ചേച്ചി എന്നോട് വരരുതെന്ന് പറഞ്ഞില്ല. ജനിച്ചധികമാവാത്ത ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് കരുതിയാവണം ചേച്ചി എനിക്ക് ദിവസം 30 രൂപ വീതം തന്നു. കൂടാതെ ഒരമ്മയെപ്പോലെ എനിക്ക് 3 നേരം ആ വീട്ടിലെ മറ്റാരും കാണാതെ ചോറും തന്നു. അവരുണ്ടാക്കിയ നെയ്യിൽ കടുക് താളിച്ച് ചുടുചോറിട്ട് ഇളക്കിക്കൊണ്ട് തരും. എന്നിട്ട് ചേച്ചി ഉടൻ തന്നെ തിരിച്ചു പോകും. ചേച്ചിയുടെ ഭർത്താവ് എല്ലാത്തിലും കൃത്യം കണക്ക് സൂക്ഷിക്കുന്ന ആളാണ്. 1 രൂപ പോലും പാഴാക്കി കളയാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ആ ചേട്ടൻ പോയി കഴിയുമ്പോൾ ചേച്ചി വരും, കുഞ്ഞിനെടുക്കും. ആദ്യമായി അവന് കുഞ്ഞുടുപ്പും കരിവളയും വാങ്ങിത്തന്ന ചേച്ചിയായിരുന്നു. പിന്നീട് അവർ സ്ഥലം മാറിപ്പോയപ്പോൾ പ്രിയപ്പെട്ട ആരെയോ നഷ്ടപ്പെട്ട വേദനയായിരുന്നു. അങ്ങനെ മനസാക്ഷിയുള്ള കുറച്ച് പെണ്ണുങ്ങളുടെ സഹായം കിട്ടിയതുകൊണ്ട് മാത്രം മരിക്കാതെ പിടിച്ചു നിന്നാണ് താൻ. ആ ചേച്ചിയുടെ സഹായം നിലച്ചതോടെ കോളനിക്കപ്പുറത്തുള്ള പല വീടുകളിലും അടുക്കളപ്പണിയെങ്കിലും കിട്ടുമോ എന്നറിയാൻ കുറേ ശ്രമിച്ചു. 1 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ച് ആരും ജോലി തന്നില്ല. ഒടുവിലാണ് ഇവിടെ വന്ന്. ഇവിടുത്തെ ചേച്ചി മനുഷ്യപ്പറ്റില്ലാത്ത ആളാണെങ്കിലും ചേച്ചിയുടെ മോള് പാവാണ്. സന്ധി ചേച്ചിയുടെ ഭർത്താവ് വിദേശത്താണ്. ചേച്ചി കോളേജിൽ പഠിപ്പിക്കുന്നു. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ആളാണ് ചേച്ചി. ചേച്ചിക്ക് ആരെയും പേടിയില്ല. കഴിഞ്ഞ മാസമാണ് ഏതോ ഒരുത്തൻ കൂട്ടിന് ആള് വേണം, ചേട്ടൻ വരാൻ കുറേ മാസം കഴിയില്ലേ, വിളിച്ചാൽ മതി വരാം എന്ന് പറഞ്ഞു ചേച്ചി കാലിമടക്കി ഒറ്റ തൊഴി കൊടുത്ത അയാൾക്ക്. ഇനിയാൾ ഈ ജന്മത്തൊരു പെണ്ണിനോട് മോശം പറയില്ല. തനിക്കും സന്ധ്യ ചേച്ചിയെ പേടിയാണ്. കാണാൻ അതീവ സുന്ദരിയാണെങ്കിലും എപ്പോഴും ദേഷ്യമാണ് മുഖത്ത്. ചിലപ്പോൾ ഓർക്കാറുണ്ട് കോളേജിൽ കുട്ടികൾ എങ്ങനെ ഇതിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നുവെന്ന്. വൈകുന്നേരം അവൾ ജോലി എടുത്ത് നേരത്തെ ഇറങ്ങാൻ തുടങ്ങി. എങ്ങോട്ടാ നേരത്തെ? ചേച്ചി ഇച്ചിരി നേരത്തെ പോകണം, വീട്ടിലെത്തുമ്പോഴേക്ക് ഇരുട്ടാവും. നേരത്തെ പോണേ പൊക്കോളൂ, നാളെ ഇങ്ങോട്ട് വന്നേക്കരുത്. ഞാൻ പണിയെല്ലാം തീർത്തു ചേച്ചി. പച്ചക്കറി കൃഷിക്ക് ഇത്തിരി ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാനുണ്ട്, അതുകൂടി കണ്ടു പോയിക്കോ. ശരി ചേച്ചി. അവൾ വേഗം ജോലി തീർത്ത് ഇറങ്ങി. എങ്കിലും അല്പം ദൂരം ഇരുട്ട് പടർന്നിട്ടുണ്ട്. 2 കിലോമീറ്റർ ദൂരമുണ്ട് വീട്ടിലേക്ക്. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. വഴിയിൽ ഷിബു കാത്തു നിൽപ്പുണ്ട്. അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് തിടുക്കത്തിൽ നടന്നു. ഭയം കാരണം ശരീരം കിടുകിടാ വിറക്കുന്നുണ്ട്. അവിടെ നിൽക്കടി, ഞാനും ആ വഴിക്ക് തന്നെയാ. അവനവിടെ കയ്യിൽ പിടിച്ചു നിർത്തി. കൈവിട്. അവൾ പേടിയോടെ അയാളുടെ കയ്യിൽ നിന്നും തൻ്റെ കൈ പിന്നിലേക്ക് വലിച്ചു. അനങ്ങാതെ നിൽക്കടി, എന്തായാലും സാൻഡോ നിന്നെ ഉപേക്ഷിച്ചു. എന്നാ പിന്നെ നിനക്കൊരു കൂട്ടാവട്ടെ എന്ന് കരുതിയപ്പോൾ പെണ്ണിന് ഭയങ്കര ജാട. നീ ഇങ്ങനെ വല്ലവൻ്റെ വീട്ടിൽ അടുക്കള പണി ചെയ്യേണ്ട കാര്യമുണ്ടോ? നിന്നെ ഞാൻ നോയിക്കോളാടി, ഒന്ന് പറ്റാലും നീ കൊള്ളാം. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കൈവിട്, അവൾ ദയനീയമായി പറഞ്ഞു.
പെട്ടെന്ന് തൊട്ടുപിറകിൽ ഒരു കാർ വരുന്നുണ്ടോ പെട്ടെന്ന് അയാളുടെ കയ്യിലെ പിടുത്തം വിട്ടു. ആ നേരം കൊണ്ട് അവൾ വേഗത്തിൽ മുന്നിലേക്ക് നടന്നു. അവൾക്ക് സന്ധ്യയോട് വല്ലാത്ത വെറുപ്പ് തോന്നി. താൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഇരുട്ടി തുടങ്ങുമ്പോൾ പോകുന്നു അവർ കാണുന്നതല്ലേ. എല്ലാ ജോലിയും തീർത്തിട്ടല്ലേ പോകുന്നു. അല്പം മനസാക്ഷി അവർക്ക് കാണിച്ചുകൂടെ? ഇത്തിരി നേരത്തെ വിട്ടുകൂടെ തന്നെ? ഒന്നുമില്ലെങ്കിലും അവരൊരു പെണ്ണല്ലേ. എന്തൊരു സ്ത്രീയാണവർ. സത്യത്തിൽ എന്തിനാണാവും ഇങ്ങനെ ജീവിക്കുന്നത്? ആരുമില്ല തനിക്ക്. പ്രാണനായി കരുതിയവൻ മറ്റൊരു ജീവിതം തേടി. ആരും ചോദിക്കാനില്ലെന്നുള്ള ധൈര്യത്തിലാണ് ഷിബു ഉപദ്രവിക്കാൻ നോക്കുന്നത്. പേടിച്ച് ഇങ്ങനെ എത്ര നാൾ കഴിയും? വയ്യ, മടുത്തു. മരിക്കാനുള്ള ധൈര്യം ഉള്ളിൽ ഇപ്പോൾ എവിടെയോ തോന്നി തുടങ്ങിയിരിക്കുന്നു. നാളെ തനിക്ക് ശമ്പളം കിട്ടും. ഒരു വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്നുണ്ടെങ്കിലും തരുന്നത് 3000 രൂപയാണ്. നാളെ കുഞ്ഞിന് പുതിയ ഉടുപ്പ് മേടിക്കണം. അവൻ്റെ കുഞ്ഞ് കയ്യിൽ നിറയെ കരിവള വാങ്ങി ഇട്ടുകൊടുക്കണം. എൻ്റെ വയറ്റിൽ പിറന്നുപോയി എന്നൊരൊറ്റ കാരണത്താൽ എൻ്റെ കുഞ്ഞിന് മതിയായ ശ്രദ്ധ പോലും കിട്ടുന്നില്ല. എൻ്റെ കുഞ്ഞ്, ഈ അമ്മ മരിക്കാതെ പിടിച്ചു നിൽക്കുന്നു നിന്റെ മുഖത്ത് പുഞ്ചിരി കാണാൻ വേണ്ടി മാത്രമാണ്. അവൾ കുഞ്ഞിൻ്റെ മുഖത്ത് തുരുതിരെ ഉമ്മ വെച്ച്. പിറ്റേന്ന് നേരത്തെ ഉണർന്ന് അവൾ ചോറുണ്ടാക്കി. വയറു നിറയെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടുന്ന പാലൂട്ടാൻ കഴിയാതെ വരും. രാവിലെ സാധാരണ 2 ഗോതമ്പ് ദോശ ഉണ്ടാക്കും. പിന്നെ വരുമ്പോൾ കഴിക്കാൻ ചിലപ്പോൾ വൈകുമ്പോൾ നിർബന്ധിച്ചിരുന്ന ഭക്ഷണവും ഉണ്ടാകും. കുഞ്ഞിന് കാലത്ത് കുറുക്കുണ്ടായി കൊടുക്കും. മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെയൊന്നും വാശിയോ കരച്ചിലോ ഇല്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. എവിടെയെങ്കിലും കിടത്തിയാൽ അവിടെ കിടന്ന് കളിച്ചോളും. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് കമിഴ്ന്ന് പതിയെ വട്ടം കറങ്ങി തുടങ്ങി. നീന്തി നടക്കാൻ പ്രായമാകുമ്പോൾ കുഞ്ഞിന് കൂടുതൽ ശ്രദ്ധ വേണം. അവൾക്ക് അമ്മയെ ഓർമ്മ വന്നു. താൻ സാൻഡോക്കൊപ്പം പോകുന്നില്ലായിരുന്നുവെങ്കിൽ. അച്ഛനെയും അമ്മയും കാണാൻ കൊതി തോന്നുന്നുണ്ട്. താനൊരു കുഞ്ഞിൻ്റെ അമ്മയായപ്പോഴാണ് അച്ഛനോട് അമ്മയോടുള്ള സ്നേഹം ഇരട്ടിച്ച്. ഇപ്പം അമ്മയ്ക്കൊപ്പം ആയിരുന്നെങ്കിൽ. നല്ലൊരു ജീവിതം നശിപ്പിച്ചവളാണ് താൻ. മാതാപിതാക്കളെ നാണം കെടുത്തിയ മകൾ. വേണ്ട, ഒന്നും ആലോചിക്കണ്ട. അവൾ വേഗം എഴുന്നേറ്റു. കുഞ്ഞിനെയും എടുത്ത് വാതിൽ പൂട്ടിയിറങ്ങി നടന്നു. നയനെ, ഇന്നെനിക്ക് കുറച്ച് നേരത്തെ പോകണം. അതുകൊണ്ട് രാവിലെ പണിയൊക്കെ തീർക്കണം. ചെന്ന് കയറിപാടെ സന്ധ്യ പറഞ്ഞു. ശരി ചേച്ചി. അവൾ കുഞ്ഞിനെ അടുക്കളയിൽ തന്നെ കിടത്തി. അതാവുമ്പോൾ എപ്പോഴും നോട്ടം കിട്ടുമല്ലോ. ധൃതിയിൽ ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വൈകുമ്പോൾ വന്ന് അവൾ കുഞ്ഞിനെ എടുത്തു. അവളെ കാണുമ്പോൾ അവന് നല്ല സന്തോഷമാണ്. കുഞ്ഞിക്കാലുകളും കൈകളും ഇട്ടടിച്ചത് അവന് പ്രകടിപ്പിക്കാറുമുണ്ട്. വൈകുമ്പോൾ അവൻ ഇത്തിരി ചോറെടുത്ത് കൈവിരൽ കൊണ്ട് ഞെക്കിയുടച്ച് അവന് കൊടുത്തു. അടുക്കളയിലെ ചൂട് കാരണം കുഞ്ഞിനെ എടുത്ത് അവൾ മുറിയിലേക്ക് പോയി. അന്ന് എന്തുകൊണ്ടോ സന്ധ്യ അടുക്കളപ്പണിയല്ലാതെ പുറംപണികളൊന്നും ചെയ്യിച്ചില്ല. അത് നയനക്ക് ആശ്വാസം തന്നെയായിരുന്നു. ഇടയ്ക്കിടെ വല്ലാത്ത നടുവേദനയാണ്. നല്ല പ്രസവരക്ഷയോ വിശ്രമമോ തനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. കുഞ്ഞിനെ ഒന്ന് മാറിയെടുക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാവും വല്ലാതെ നടുവേദന വരുന്നത്. വേദന വന്നാൽ കുറച്ച് വിക്സ് എടുത്ത് അങ്ങ് തേക്കും, അത്ര തന്നെ. അവൾക്ക് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാൻ വല്ലാത്ത കൊതി തോന്നി. സമാധാനമായിട്ട് കിടന്നുറങ്ങിയ കാലം മറന്നു. ഇന്നിത്തിരി നേരത്തെ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു നോക്കാം. സന്ധി ചേച്ചിക്ക് നല്ല സ്വഭാവമാണെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. അവൾ അവരുടെ മുറിക്കരിയിലേക്ക് ചെന്നു. ചേച്ചി, എന്താടി? ഇന്നിത്തിരി നേരത്തെ പോയിക്കോട്ടെ. അതെന്തിനാ? എനിക്ക് വല്ലാത്ത നടുവേദനയുണ്ട് ചേച്ചി. ആ പെയ്ക്കോ, നടുവേദന മാറട്ടെ. ഇനി ഇങ്ങോട്ട് വരണ്ട നീ. പകരം മറ്റൊരാളെ പണിക്കെടുത്തതിൻ്റെയാ. അയ്യോ വേണ്ട, ഞാൻ നേരത്തെ പോകുന്നില്ല ചേച്ചി. ആ, എന്നാ നിനക്ക് കൊള്ളാം. തൊടിയിലെ വളർന്നിരിക്കുന്ന പുല്ലൊക്കെ അങ്ങ് പറിച്ചു കളയും. ശരി ചേച്ചി. കുഞ്ഞു ഉറക്കമായിരിക്കുന്നു. അതേതായാലും നന്നായി. അല്ലെങ്കിൽ അവനോടൊപ്പം ഇത്തിരി നേരെ ഇരിക്കാനും കളിപ്പിക്കാനും തോന്നും. കുനിയുമ്പോൾ നടു വെട്ടിപ്പൊളിക്കുന്ന വേദനയുണ്ട്. അതൊന്നും കാര്യമാക്കാതെ അവൾ പുല്ല് പറിച്ചുകൊണ്ടിരുന്നു. ചേച്ചി. വൈകമോളുടെ സ്വരം കേട്ട് അവൾ തല ഉയർത്തി. എന്താ മോളെ? ചേച്ചിക്ക് എൻ്റെ അമ്മയോട് വെറുപ്പുണ്ടോ ഇങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കുന്നതിൽ? ഇല്ല മോളെ, ഞാൻ ജോലിക്ക് വന്നാൽ പിന്നെ ജോലി ചെയ്യണ്ടേ, അതിലെനിക്കൊരു വിഷമമില്ല. ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടായിരുന്നു. ആ കണ്ണീരിൻ്റെ ശാപം എൻ്റെ അമ്മയിൽ വീഴരുത് ചേച്ചി. മോളെ എന്താ ഈ പറയുന്നത്? ആരും എനിക്ക് ജോലി തരാത്തപ്പോൾ മോളുടെ അമ്മ എനിക്കിവിടെ ജോലി തന്നില്ലേ? ഇവിടുന്ന് കിട്ടുന്ന കാശിനാ ഞാനും കുഞ്ഞും കഴിയുന്നു. അങ്ങനെയുള്ള ഞാൻ ശപിക്കുമോ? ഒരിക്കലും ഇല്ല മോളെ. അമ്മ ചേച്ചിയോട് അങ്ങനെയൊക്കെ പെരുമാറുന്നേ ഉള്ളൂ. ചേച്ചിയെ വലിയ ഇഷ്ടമാണ്. അച്ഛനെയും അമ്മമ്മയെ ഇട്ടിട്ട് ഒരുത്തനപ്പം ഇറങ്ങിപ്പോന്നല്ലേ. മാതാപിതാക്കളുടെ വില എന്തെന്ന് അറിയട്ടെ എന്നൊക്കെ അമ്മ പറയും. പക്ഷേ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് കുഞ്ഞിനെ അമ്മ ശ്രദ്ധിക്കാറില്ലെന്നേ ഉള്ളൂ. ഞാൻ എടുത്തുകൊണ്ട് പോയാലും അവനെ നോക്കുന്ന അമ്മയാ. അവന് വേണ്ടുന്ന പാലും കുറുക്കൊക്കെ അമ്മ കൊടുത്താലേ അവൻ കഴിക്കും. ചേച്ചി പുറത്തെ പണിയുന്ന സമയം മുഴുവൻ അമ്മ അവനെ എടുത്തുകൊണ്ട് നടക്കും. അവൾ അത്ഭുതത്തോടെ വയ്യെ നോക്കി. അമ്മയാ ചേച്ചിക്കുള്ള ഭക്ഷണം നിർബന്ധിച്ച് എൻ്റെ കയ്യിൽ വന്നിട്ട് ചേച്ചി കൊടുക്കാൻ പറയുന്നത്. അമ്മക്ക് കൊടുത്താൽ എന്താണെന്ന് ചോദിച്ചാൽ അമ്മ പറയും. അവൾ എൻ്റെ കുറച്ച് ചീത്തൊക്കെ കേട്ട് മനസ്സിലിച്ചിരി ഉറപ്പൊക്കെ വരട്ടെ. എന്നിങ്ങനെ കരയാൻ മാത്രം അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കാൻ പഠിക്കാന്നൊക്കെ. കണ്ണീരൊലിപ്പിച്ച് നടക്കുന്ന പെണ്ണുങ്ങളോട് അമ്മ പറയാറുണ്ട് ആദ്യം പെണ്ണിന് വേണ്ട ധൈര്യമാണെന്ന്. നയന വിടർന്ന മിഴികളോടെ വൈകമോളെ നോക്കി. ചേച്ചിയുടെ കണ്ണീര് കണ്ടപ്പോൾ ഇതൊക്കെ പറയാൻ എനിക്ക് തോന്നി. നയനയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. പിന്നെ ചേച്ചി കരയാത്ത വേറൊന്നുകൂടിയുണ്ട്.
ചേച്ചി പോകുമ്പോൾ എന്നും കാറ് കൊണ്ട് അമ്മ പിന്നാലെ വരാറുണ്ട്. ഷിബുവിൻ്റെ ശല്യം കാരണം ചേച്ചിക്ക് പേടിയാണെന്ന് നമുക്കറിയാം. ഇന്നലെ അയാൾ ചേച്ചിയുടെ കൈ പിടിച്ചപ്പോൾ തൊട്ടടുത്തൊരു കാറ് വന്ന് നിന്നില്ലേ, അത് അമ്മയാ. ചേച്ചി കോളനിയിലേക്ക് കയറിപ്പോയതിന് ശേഷം അമ്മ തിരിച്ചു പോരാറുള്ളൂ. നയനെ അത് കേട്ട് കണ്ണും മിഴിച്ച് നിൽക്കുകയായിരുന്നു. ഞാനിതൊന്നും പറഞ്ഞത് അമ്മ അറിയരുത്. എൻ്റെ അമ്മയെ ആരും മനസ്സുകൊണ്ട് പോലും ശപിക്കരുത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞ്. നയന യാന്ത്രികമായി തലയാട്ടി. 6:30 ആയപ്പോഴേക്കും നയന കുഞ്ഞിനെ എടുത്ത് പോവാൻ റെഡിയായി. നേരം പതിയെ ഇരുണ്ടിട്ടുണ്ട്. അവൾ അല്പം സ്പീഡിൽ നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവൾ പതിയെ തിരിഞ്ഞു നോക്കി. ശരിയാണ്, കുറെ പിന്നിലായി ഒരു കാറ് പതിയെ വരുന്നുണ്ട്. അവൾ മുന്നോട്ട് നടന്നു. വഴിയരികിൽ ഇന്നും ഷിബു കാത്തു നിൽപ്പുണ്ട്. അവളെ കണ്ടതും അവന് വഷളൻ ചിരിയോട് അടുത്തേക്ക് ചെന്നു. ഇന്നലെ നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ മോളെ, ഇന്ന് നീ എനിക്കൊപ്പം വരണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ബലമായിട്ട് കൊണ്ടുപോകും. അറിയാലോ, നിനക്ക് എന്ത് പറ്റിയാലും ചോദിക്കാൻ പോലും ആരുമില്ല. എൻ്റെ കൂടെ പോര്. അല്ലെങ്കിലും സാന്റോയുടെ കൂടെ നിന്നെ കണ്ട നാൾ മുതൽ ഞാൻ നിന്നെ കൊതിക്കുന്നതാ. അവൾ അവനെ മറികടന്ന് മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയതും അവൻ ബലമായി അവളുടെ ഉടലിൽ പിടിച്ച് തന്നോട് ചേർക്കാൻ ശ്രമിച്ചു. പൊടുന്നതിനെ വലത് കൈ ഉയർത്തി അവന്റെ കരണം പോച്ചെന്ന് കൊടുത്തു. പെട്ടെന്ന് കിട്ടിയാടി അവനൊന്ന് പതിറിയ നേരത്ത് അവൾ ഒന്നുകൂടി കൈവീശി കൊടുത്തു. ഇനി മേലെന്റെ മുന്നിൽ വന്നാ ഞാൻ ഒന്നും നോക്കില്ല. എന്നെ കാണുമ്പോൾ നിന്റെ ആ ചൊറിച്ചിൽ ഞാനങ്ങ് തീർക്കും. ചെത്തി തെരുവട്ടിക്കിട്ട് കൊടുക്കും നിന്റെ. അവനെ പിന്നിലേക്ക് തള്ളി മാറ്റിയിട്ട് അവൾ ഇരുകൈ കൊണ്ട് കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് തല ഉയർത്തി നടന്നു. അല്പം മുന്നിലേക്ക് നടന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കി. കാർ അവിടെ തന്നെയുണ്ട്. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ച്. ഇത്രയും ധൈര്യം തനിക്കുണ്ടായിരുന്നു? ഇല്ല. സന്ധ്യ ചേച്ചി പിന്നിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കിട്ടിയ ധൈര്യമാണ്. ഇനി ആരെയും പേടിക്കില്ല. സന്ധ്യ ചേച്ചിയെ പോലെ തല ഉയർത്തി ജീവിക്കും. അവൾ കോളനിയിലേക്ക് നടന്നു. പിറ്റേന്ന് അവൾ ജോലിക്ക് ചെന്ന ഇത്തിരി വൈകിയാണ്. ചെന്നവും സന്ധ്യ ചാടിയിറങ്ങി വന്നു. എടി, നിനക്ക് തോന്നുമ്പോഴല്ല ജോലിക്ക് വരേണ്ട. നാളെ മുതൽ നേരത്തെ ഒരാഴ്ച. ഓ, എന്തു പറഞ്ഞാൽ നാളെ ഇതുപോലെ മടിച്ച് ജോലി കൃത്യം എന്നെ പറയണം. അവർ അകത്തേക്ക് പോയി. അവൾ അടുക്കളയിലേക്ക് നടന്നു. കുഞ്ഞിനെ കിടത്തിയിട്ട് അവൾ ഓരോരോ ജോലികളും തീർത്തു. ഇതുവരെ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം മോശമാണെന്ന് സന്ധ്യ പറഞ്ഞിട്ടില്ല. അത്രയും രുചികരമായി മാത്രമേ അവൾ ഭക്ഷണം പാചകം ചെയ്യാറുള്ളൂ. തൻ്റെ അമ്മ പഠിപ്പിച്ചാണ് ഓരോ ജോലികളും. താൻ മാത്രമല്ല, തൻ്റെ സഹോദരൻ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. അമ്മ എപ്പോഴും പറയും, ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നും വേണ്ട, അത്യാവശ്യം വേണ്ടുന്ന അടുക്കളപ്പണി എല്ലാവരും പഠിച്ചിരിക്കണമെന്ന്. വേഗം ജോലികൾ തീർക്കണം. സന്ധ്യ ചേച്ചി കോളേജിലേക്കും വൈകമോൾ സ്കൂളിലും പോയി കഴിഞ്ഞാൽ പിന്നെ അധികം ജോലികളില്ല. പിന്നെ തുണികൾ കഴുകണം, വീടിനകം തുടച്ച് വൃത്തിയാക്കണം, അത്രയേ ഉള്ളൂ. എന്നാൽ വൈകിട്ട് സന്ധ്യ ചേച്ചി വന്നു കഴിഞ്ഞാൽ പണിയെടുപ്പിച്ച് തന്നെ കൊല്ലും. ആ സമയത്ത് വൈകമോൾ കുഞ്ഞിനെ നോക്കും. അവർ രണ്ടാളും 9 മണിയാകുമ്പോൾ ഇറങ്ങും. പോകും മുമ്പ് വൈക കുഞ്ഞിനെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നയനവും നിന്ന് പതിയെ അവൾക്ക് പിന്നാലെ പോയി നോക്കി. വൈക കുഞ്ഞിനെ സന്ധ്യയുടെ കയ്യിൽ കൊടുക്കുന്നു. സന്ധ്യ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിച്ചിട്ട് അവൻ്റെ കുഞ്ഞിക്കവളിൽ ഉമ്മ വയ്ക്കുന്നു. ശേഷം അവനായി വാങ്ങിയ ബേബി ഫുഡ് കുറേശ്ശെയായി കൊടുത്തു തീർത്തിട്ട് അവൻ്റെ കുഞ്ഞുമുഖം തുടച്ചു കൊടുക്കുന്നു. സന്ധ്യ കൊടുക്കുമ്പോൾ അവൻ നന്നായി കഴിക്കുന്നുണ്ട്. അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുമ്പോൾ ആണോടെ കള്ള ചുറ്റിടുവാവേ എന്തൊക്കെയോ അവനോട് പറയുന്നുണ്ട്. അത് നോക്കി നിൽക്കെ സന്തോഷം കൊണ്ട് നയനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അന്ന് വൈകിട്ട് സന്ധ്യ വന്ന് അടുക്കളയിലേക്ക് ചെന്നു. എടി നയനെ. എന്താ ചേച്ചി? നിനക്കിന്നിവിടെ നിൽക്കാൻ പറ്റുമോ? ആ, നിൽക്കാം ചേച്ചി. നാളെ 12 പേർക്കുള്ള ഉച്ചഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുമോ നിനക്ക്? പൂവ്, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിന് നാളെ ഒരു ട്രീറ്റ് കൊടുക്കണം. നാളെ മോളുടെ പിറന്നാളാണ്. അതുകൊണ്ട് അവരെല്ലാവരും നാളെ ഇവിടെ വരും. ശരി ചേച്ചി, ഞാൻ ചെയ്യാം. എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കാം. അവളൊന്ന് കിടക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാക്കണം തീരുമാനിക്കുകയും അതിനാവശ്യമായ സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്തു. ഉള്ളിത്തീയിലും ഇഞ്ചിക്കറിയും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചു. നാളാകുമ്പോഴേക്കും ഉപ്പും പുളിയൊക്കെ നല്ലോണം പിടിച്ച് നന്നായി രുചി കൂടും. പിറ്റേന്ന് 4 മണിക്ക് അവൾ ഉണർന്നു. അന്ന് അവൾ ആകെ സന്തോഷത്തിലായിരുന്നു. ഉച്ചക്കത്തേക്കുള്ള സദ്യക്ക് പുറമെ ഗോതമ്പ് നുറുക്കൊണ്ടുള്ള പായസവും കൂടാതെ പാൽപ്പായസവും ഉണ്ടാക്കി. 1 മണിയോടുകൂടി എല്ലാവരും കഴിക്കാനിരുന്നു. കഴിച്ചെഴുന്നേറ്റ എല്ലാവരുടെയും മുഖത്ത് ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. അതവർ അവളോട് പറയുകയും കൂടി ചെയ്തപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അവൾ മനസ്സറിഞ്ഞ് സന്തോഷിച്ചു. അതവളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുമെന്ന് അവളപ്പോൾ ഓർത്ത പോലും ഇല്ലായിരുന്നു. വിരുന്നുകാരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും നയന വല്ലാതെ തളർന്നിരുന്നു. ഇതുവരെ ഒന്നും കഴിച്ചില്ലെന്ന് അപ്പോഴാണ് അവൾ ഓർത്ത്. വന്നവരെ സൽക്കരിക്കുന്ന തിരക്കിൽ സമയം കിട്ടിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞിനെ ഓരോരുത്തരും മാറി മാറിയെടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് നടന്നുകൊണ്ട് മോൻ്റെ കാര്യത്തിൽ ആശ്വാസമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓമനത്തുമുള്ള അവനെ കണ്ടാൽ ആർക്കാണ് എടുക്കാതിരിക്കാൻ കഴിയുക? അവൻ്റെ അച്ഛൻ്റെ ഭംഗി അതേപോലെ കിട്ടിയിട്ടുണ്ട് അവന്. അവൾ അടുക്കളയിൽ ചെന്ന് ഒരു ഇലയിട്ട് സദ്യ ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് സദ്യ അങ്ങോട്ട് ചെന്ന്. ആഹാ, കൊച്ചമ്മ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ എടുത്ത്? നിനക്ക് പോലെ അച്ചാറും കൂടി കഴിച്ചാൽ പോരെ? ഇതൊക്കെ ഞാനല്ലേ ഉണ്ടാക്കിയെന്ന്. അപ്പം ഞാൻ കഴിച്ചെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴില്ല. അവളുടെ മറുപടി കേട്ട് പൊട്ടി വന്ന ചിരി മറച്ചു വെച്ച് സന്ധ്യ അവളെ നോക്കി കണ്ണുരുട്ടി. ഓ, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി പെണ്ണിന്.
നയന ഒന്നും മിണ്ടാതെ കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. സാമ്പാറിൽ നിന്നും മുരിങ്ങാക്കോലിൻ്റെ ഒരു കഷ്ണം എടുത്ത് കടിച്ചുകൊണ്ട് നയന സന്ധ്യയെ ഒളി കണ്ടിട്ട് നോക്കി. അവളുടെ ആ നോട്ടം കണ്ടിട്ട് ഇനി അവിടെ നിന്ന് താൻ പൊട്ടിച്ചിരിച്ചു പോകാൻ തോന്നിയപ്പോൾ സന്ധ്യ അടുക്കളയിൽ നിന്ന് മുറിയിലേക്ക് പോയി. എന്താ ഒരു ചിരിയൊക്കെ? തമാശ വല്ലാണെങ്കിൽ എന്നോട് കൂടെ പറ, ഞാനും ചിരിക്കാം, വൈകമോള് പറഞ്ഞു. ഏയ് തമാശയൊന്നല്ല, നിന്റെ നയന ചേച്ചിക്ക് ഇപ്പം ഇത്തിരി ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. അമ്മയിൽ നിന്ന് പറഞ്ഞായിരിക്കും. ഓ വലിയ വർത്താനം പറയാൻ പോയിരുന്ന് പഠിക്കുവേണ്ടേ? ശരി, അവിടുത്തെ ഇഷ്ടം പോലെ, കൈ തൊഴുതുകൊണ്ട് വൈക പറഞ്ഞു. സന്ധ്യ കളിയായി അവളുടെ തോളിൽ നുള്ളു കൊടുത്തു. അച്ഛൻ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അമ്മേ, അമ്മ എന്നെ എപ്പോഴും പിച്ചെന്ന്. എന്നാ നീ ചെന്ന് പറയും. വൈകമോൾ കെറിവിച്ചുകൊണ്ട് ബുക്കുമെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് നയന പാത്രം കഴിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് സന്ധ്യ അടുത്തേക്ക് വന്ന്. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റലിൽ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ചേച്ചിക്ക് എന്തോ രോഗം കാരണം ഇനി വരാനൊക്കില്ലെന്നാണ് പറയുന്നത്. ഞാനപ്പോൾ അവരോട് നിന്റെ കാര്യം പറഞ്ഞു. നിനക്ക് പറ്റുമോ ആ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ? അവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്, നല്ല സാലറി അവർ തരും. ചേച്ചി, ചെറിയ കുഞ്ഞിനെയും കൂടി ഞാനെങ്ങനെയാ? നിനക്കറിയാലോ, ആ സിസ്റ്റേഴ്സ് നടത്തുന്ന കോളേജാണ്, അതും പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനം. അവിടെ സഹായത്തിന് മറ്റൊരു ചേച്ചി കൂടിയുണ്ട്. ചേച്ചി ഇച്ചിരി പ്രായമായത്, അതുകൊണ്ട് ഒരുപാട് ജോലികളൊന്നും ചെയ്യാനൊക്കെ ഇല്ല. അത്യാവശ്യം സഹായിക്കാൻ അവരുണ്ടാവും. ആരുമില്ലാത്തൊരു പാവാണ് അവർ. അതുകൊണ്ടാണ് സിസ്റ്റേഴ്സ് അവരോട് നിർത്തിയിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും നിന്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് പറ്റും. നിനക്ക് പറ്റുമെന്ന് പറയണം, ഇല്ലെങ്കിൽ അവർ വേറെ ആളെ നോക്കൂ. ചേച്ചി, ഞാൻ പൊക്കോളാം. അവൾക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ജോലി ആരെയും? അവൾ വല്ലായ്മയോടെ ചോദിച്ചു. ഇവിടുത്തെ ജോലിക്ക് എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നീ വന്ന് ചോദിച്ചപ്പോൾ ഞാനിവിടെ നിന്ന് നിർത്തിയെന്നേ ഉള്ളൂ. പോവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞാൻ അവിടെ കൊണ്ടാക്കാം. നീ വീട്ടിൽ പോയി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വണ്ടിയായിട്ട് നിന്റെ വീട്ടിലേക്ക് വന്നേക്കാം. ഗൗരവത്തോടെ പറഞ്ഞിട്ട് തിരിഞ്ഞടക്കാൻ തുടങ്ങുന്ന സന്ധ്യയുടെ കൈകളിൽ നയന പൊടുന്നനെ പിടിച്ചു. സന്ധ്യ നയനയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഞാനിതിലൊക്കെ എങ്ങനെയാ ചേച്ചിയോട് നന്ദി പറയുക? അവൾ നയനയുടെ കൈകളിൽ അമർത്തി ചുംബിച്ചു. ദൈവത്തിൻ്റെ കൈകളായത്. സന്ധ്യ അവൾ ഇറുകെ പുണർന്നു. ഞാൻ നിന്നോട് ദേഷ്യത്തിൽ പെരുമാറിയത് നിന്നോട് സ്നേഹമില്ലായിട്ടല്ല കുട്ടി. എനിക്കറിയാം ചേച്ചി. നിനക്കവിടെ പറ്റില്ല, പണി കൂടുതലാണ്, കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലൊക്കെ തോന്നിയ ഇങ്ങ് പോര്. ആരുമില്ല എന്നൊന്നും കരുതരുത്. ഇല്ല ചേച്ചി, ഞാൻ എങ്ങനെയാ അവിടെ പിടിച്ചേക്കും. എനിക്കതിനുള്ള മനസ്സുറപ്പുണ്ട്. അവർ പോകുന്നതിൽ വൈകമോൾക്ക് വലിയ സങ്കടമായിരുന്നു. കുഞ്ഞിനെ കയ്യിൽ നിന്ന് വെക്കാതെ അവൾ അവനെയും കൊണ്ട് നടപ്പായിരുന്നു. വൈകുന്നേരം സന്ധ്യ കാറുമായി വന്ന് അവളെ ഹോസ്റ്റലിൽ എത്തിച്ചു. 3 നിലയിൽ തീർത്ത അത്ര വലുതല്ലാത്ത കെട്ടിടമാണ്. താഴത്തെ നിലയിൽ ഇടതുവശത്തായിട്ടാണ് അവൾക്ക് താമസിക്കാനുള്ള മുറി. മുറിക്ക് 2 വാതിലുണ്ട്. മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പാചകപ്പുരയിലെത്താം. സഹായത്തിനെന്ന് പറഞ്ഞ ചേച്ചി 65-ന് മുകളിൽ പ്രായമുള്ള മെലിഞ്ഞ ഒരാളാണ്. അവൾക്ക് അവിടെ ഇഷ്ടമായി. ആരെയും പേടിക്കാതെ ഉറങ്ങാലോ. സന്ധ്യ പോവാൻ നേരത്ത് കുഞ്ഞ് അവൾക്ക് നേരെ കൈകൾ നീട്ടി. അവളെടുത്ത് അവളുടെ മൂക്കിൽ പല്ലുമുളക്കാത്ത മോണ കൊണ്ട് അവൻ കടിക്കുകയും പതിയെ അവളുടെ തോളിൽ പതുങ്ങി കിടക്കുകയും ചെയ്തു. അവൻ്റെ സ്നേഹപ്രകടനങ്ങൾ കണ്ട് നയന നോക്കി നിൽക്കുകയായിരുന്നു. അവൻ അന്നം കൊടുക്കുന്ന കൈകളാണത്. തിരിച്ചറിവാവാത്ത പൊടിക്കുഞ്ഞാണെങ്കിലും അവനറിയാം ആ കൈകളിൽ അവൻ സുരക്ഷിതനാണെന്ന്. കുഞ്ഞിനെ തിരിതെരെ ഉമോഹിച്ചിട്ട് നനയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് യാത്ര പോലും പറയാതെ സന്ധ്യ വേഗം കാറിൽ കയറി ഓടിച്ചു പോയി. കണ്ണുനീർ ആരും കാണരുതെന്ന് നിർബന്ധമുള്ള ആ ഗൗരവക്കാരിയുടെ ഉള്ളെന്നറിയ സ്നേഹമാണെന്ന് നയനക്കറിയാം. കാറ് കണ്ണിൽ നിന്നും മറയുന്നവരെ നയന നോക്കി നിന്നു. പരിപ്പ് കറിയും കഷ്ണങ്ങൾ കുറഞ്ഞ് വെള്ളം ചേർത്ത് വലിച്ചു നീട്ടിയ സാമ്പാറും ക്യാബേജ് തോരൻ കഴിച്ചുമെടുത്ത കുട്ടികൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് സിസ്റ്റേഴ്സ് തയ്യാറാക്കിയ പുതിയ മെനു അനുസരിച്ച് നയന രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോടെ കുട്ടികൾക്ക് പുതിയ പാചകക്കാരി ഇഷ്ടമാവുകയും അവരവളോട് സൗഹൃദത്തിലാവുകയും ചെയ്തു. പുലർച്ചെ നേരത്തെ എഴുന്നേറ്റ് സ്വാദുള്ള ഭക്ഷണം പാകം ചെയ്യാൻ അവൾക്കൊട്ടും മടിയുണ്ടായിരുന്നില്ല. സഹായത്തിനായി നിന്ന സ്ത്രീ പറ്റുന്ന പോലെ അവളെ സഹായിച്ചു. അല്ലാത്തപ്പോൾ ഒരു മുത്തശ്ശിയുടെ കരുതലോടെ കുഞ്ഞിനെ നോക്കി. ഒരു പാവം സ്ത്രീയായിരുന്നു അവർ. വിവാഹം കഴിയാത്തവർ അച്ഛനും അമ്മയും മരിച്ചതോടെ മൂത്ത ചേച്ചിയോടൊപ്പം ആയിരുന്നു. ചേച്ചിയുടെ മക്കളൊക്കെ വിവാഹിതരായതോടെ അവർക്ക് ഈ സ്ത്രീ ഒരു ഭാരമായി. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അവർക്ക് നയനെയും കുഞ്ഞിനെയും വലിയ കാര്യമായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞുപോയി. കിട്ടുന്ന സാലറിയൊക്കെ നയന സൂക്ഷിച്ചു വെച്ചു. ഇടയ്ക്ക് സന്ധ്യ വരും. കുഞ്ഞിന് നയനക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. അവിടെ നിന്നും കുറച്ചു ദൂരെ വാടകയ്ക്ക് ചെറിയൊരു കടമുറി കൊടുക്കാനുണ്ടെന്ന് കണ്ടപ്പോൾ സന്ധ്യയുമായിട്ട് ആലോചിച്ച് അവളത് വാടക എടുത്തു. കാറ്ററിംഗ് സർവീസ് ചെയ്യാനുള്ള ധൈര്യം കൊടുത്ത സന്ധ്യയായിരുന്നു. സന്ധ്യയുടെ പരിചയത്തിലുള്ള ചില പാവപ്പെട്ട സ്ത്രീകളെ അവർക്കൊരു വരുമാനമാവില്ലെന്ന് കരുതി പാചകത്തിനായി നിയോഗിക്കുകയും ചെയ്തു. സൂക്ഷിച്ചു വെച്ച സാലറി ഉപയോഗിച്ച് ആവശ്യം വേണ്ടുന്ന പാത്രങ്ങളൊക്കെ നയന വാങ്ങിച്ചു. അല്ലാത്ത വാടക എടുത്തു. ആദ്യം നൂലുകെട്ട്, പിറന്നാൾ ആഘോഷം എന്നിങ്ങനെ 100-150 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അതോടൊപ്പം തന്നെ കോളേജ് ഹോസ്റ്റലിലെ പണി അവളും സഹായിയായ ചേച്ചിയും ചെയ്തു പോന്നു. അവളുടെ മേൽനോട്ടത്തിൽ കാറ്ററിംഗ് യൂണിറ്റ് പതിയെ മെച്ചപ്പെട്ടു വന്നു.
സഹായികളായ സ്ത്രീകൾക്ക് സാലറി കൊടുത്തു കഴിഞ്ഞ് മിച്ചം വെക്കാൻ പണം കിട്ടി തുടങ്ങിയതോടെ അവൾക്ക് തോന്നി ഇതാണ് തൻ്റെ വഴിയെന്ന്. എന്തിനും ഏതിനും സന്ധ്യയുടെ സപ്പോർട്ട് കൂടി ആയതോടെ അവൾ രണ്ടും കൽപ്പിച്ച് ഹോസ്റ്റലിലെ പാചകക്കാരിയുടെ വസ്ത്രം അഴിച്ചു വെച്ചു. അവിടെ നിന്ന് പോരും മുമ്പ് സഹായത്തിന് നിന്ന ചേച്ചിയോട് എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചതേ അവർ സമ്മതിച്ചു. എനിക്കൊരു മോളെയും കൊച്ചുമോനെയും കിട്ടിയെന്നും പറഞ്ഞവർ വിതുമ്പിയപ്പോൾ അവൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സിറ്റിയിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് അവരങ്ങോട്ട് താമസം മാറി. മോന് 1 വയസ്സായി. അവൻ്റെ പിറന്നാളിന് സന്ധ്യയും വൈകമോളെയും മാത്രമേ അവൾ വിളിച്ചുള്ളൂ. പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് കോളേജിലെ സന്ധ്യയുടെ കൂട്ടുകാരും സിസ്റ്റേഴ്സും കാറ്ററിംഗ് യൂണിറ്റിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകളെല്ലാവരും എത്തിച്ചേർന്നു. മോന്റെ പിറന്നാൾ സന്ധ്യയുടെ നേതൃത്വത്തിൽ ഗംഭീരമായി ആഘോഷിച്ചു. അവളുടെ ഭക്ഷണത്തിന്റെ രുചി വൈഭവം ആളുകൾ അറിഞ്ഞു തുടങ്ങിയതോടെ കാറ്ററിംഗ് യൂണിറ്റ് വിപുലീകരിക്കണമെന്ന് അവൾക്ക് തോന്നി. സാൻഡോയും താനും താമസം തുടങ്ങിയ കോളനിയിലെ ചെറിയ വീട് അവൾ വിറ്റു. ആ തുകയും ഇത്രനാൾ കഷ്ടപ്പെട്ട് നേടിയ തുകയും അവൾ അതിനായി വിനിയോഗിച്ചു. പാചകം നന്നായിട്ട് അറിയുന്ന കുറച്ച് സ്ത്രീകളെ കൂടി ജോലിക്ക് നിയോഗിച്ചു. അതോടെ വിവാഹം പോലുള്ള ആളുകൾ കൂടുന്ന പരിപാടികൾക്കും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിച്ചു. അവൾക്ക് ഒരുതരം വാശിയായിരുന്നു. സ്നേഹം നൽകി വളർത്തിയ അച്ഛനെയും അമ്മയും വിട്ടെറിഞ്ഞു വന്നിട്ടും കൂടെ കൂട്ടിയവൻ പാതി വഴിയിൽ തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. എന്നിട്ടും താൻ പിടിച്ചു നിന്നു എന്നും നല്ല നിലയിൽ തന്നെയാണ് ജീവിക്കുന്നതെന്നും അവൻ അറിയണം. പിന്നെ ഒന്നുകൂടിയുണ്ട്, നാട്ടിൽ ചെന്ന് അച്ഛനെയും അമ്മയും കാണണം. അവരുടെ കാൽ വീണ് മാപ്പ് ചോദിക്കണം. ഒരമ്മയായതോടെയാണ് മാതാപിതാക്കൾ എത്ര കരുതലോടെ എന്തെന്ന് പ്രതീക്ഷകളോടെയാണ് ഓരോ കുഞ്ഞിനെയും വളർത്തുന്നതെന്ന് മനസ്സിലായത്. എന്നിട്ട് അവരേക്ക് വിട്ട് ഒരുത്തിനൊപ്പം ഓടിപ്പോന്ന തന്നോട് സ്വയം ചിലപ്പോൾ വെറുപ്പ് തോന്നും. സ്വന്തമായി എല്ലാം നേടിയിട്ട് അവരുടെ മുന്നിൽ ചെല്ലും. മാസങ്ങൾ അതിവേഗം കടന്നുപോയി. അവൾ ടൗണിൽ തന്നെ അത്യാവശ്യം വലിയ കടമുറി വാടകയ്ക്കെടുത്ത് അവിടെ ഹോട്ടൽ തുടങ്ങി. കാറ്ററിംഗ് ജോലികൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. രുചികരമായ ഭക്ഷണം തേടി ആളുകൾ എക്കാലവും വരുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. നാടൻ വിഭവങ്ങൾ തേടി ആളുകൾ ഏറെയുണ്ടെങ്കിലും വ്യത്യസ്ത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പലതരം ഫാസ്റ്റ് ഫുഡും അതുണ്ടാക്കാൻ അറിയുന്ന ഷെഫിനെയും ജോലിക്ക് നിർത്തി. 1 നിന്ന് 4 ഹോട്ടലുകൾ അവൾ തുടങ്ങി. ആരോഗ്യകരമായ ജീവിത രീതി ലക്ഷ്യം വെച്ച് പുതിയ പുതിയ റെസിപ്പികൾ പരീക്ഷിക്കാൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതിനനുസരിച്ച് ജോലിക്കാരുടെ എണ്ണം കൂട്ടേണ്ടി വന്നു. ആത്മാർത്ഥതയും വൃത്തിയായും ജോലി ചെയ്യുന്നവർ അവൾക്കൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. എത്ര കഷ്ടപ്പെടാനും തയ്യാറായ അവൾക്ക് മുമ്പിൽ വിജയത്തിന്റെ വാതിലുകൾ ഓരോന്നായി തുറന്നു വന്നു. ആദ്യം വാടക വാങ്ങിയ ഹോട്ടൽ പിന്നീട് അവൾ സ്വന്തമാക്കിയ ദിവസം അവൾക്ക് ഏറെ സന്തോഷമുള്ള ദിവസമായിരുന്നു. അതിലുപരി അഭിമാനവും. ആ നാട്ടിൽ അവൾ എല്ലാവർക്കും സുപരിചിതയായതോടെ അവൾക്ക് തോന്നി ഇനി ഇതാണ് തന്റെ നാട്. സ്വന്തമായി ഇനി ഇത്തിരി മണ്ണ് വാങ്ങണം. അതിലൊരു വീടെന്ന സ്വപ്നം അവൾ സന്ധ്യയുമായി പങ്കുവെച്ചു. സന്ധ്യയാണ് പറഞ്ഞ് സ്ഥലം വാങ്ങി വീട് വെക്കുമ്പോൾ അതിനു പിറകെ നടക്കേണ്ടി വരും. സമയത്ത് ജോലിക്കാരെ കിട്ടണം. പിന്നെ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാധനങ്ങളുടെ വിലക്കയറ്റം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വീട് വാങ്ങുന്നതാണ് നല്ലതെന്ന് ആലോചിച്ചപ്പോൾ നയനക്കും തോന്നി അതാണ് നല്ലതെന്ന്. ടൗണിൽ നിന്ന് കുറച്ച് മാറി തിരക്കും ബഹളവും ഇല്ലാത്ത സ്ഥലത്ത് 20 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച വീട് അവൾ വാങ്ങി. കൂടെ കൂട്ടിയ അമ്മയെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന ചേച്ചിയും ഒപ്പം സന്ധ്യയും വൈകമോളും ഒന്നിച്ച് അവൾ മോനോടൊപ്പം പുതിയ വീട്ടിൽ പാല് കാച്ചി. തിളച്ചു തൂവിയ പാല് പോലെ നയനയുടെ മനസ്സും അപ്പോൾ സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. ഇനി തനിക്ക് അച്ഛനെയും അമ്മയും കാണാൻ പോകണം. പറ്റുമെങ്കിൽ പാപിയായി മോളോട് ക്ഷമിക്കണമെന്ന് പറയണം. അവർ തന്നോട് ക്ഷമിക്കും. ഇത്ര നാൾ എന്താണ് വരാത്തെന്ന് അവർ ചോദിക്കും, പരിഭവിക്കും. അവരെ ഓർക്കുന്തോറും കാണാൻ കണ്ണ് തുടിക്കുന്നു. കൃത്യമായി ഏറ്റവും വൃത്തിയോടെ ജോലി ചെയ്യുന്നവരുള്ളതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് അത്യാവശ്യം വിശ്രമിക്കാൻ, കുഞ്ഞിനോടൊപ്പം സമയം ചെലവഴിക്കാൻ, തൻ്റെ അഭാവത്തിലും കുഞ്ഞിനൊരു പേരക്കുട്ടിയെ പോലെ നോക്കുന്ന സ്ത്രീയെ പുറത്തൊക്കെ കൊണ്ടുപോകാൻ, അവർക്കൊപ്പം ചിരിക്കാൻ, സന്തോഷിക്കാൻ, പരിഭവിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടായിരുന്നു. അന്ന് പതിവില്ലാതെ കനത്ത വേനൽ മഴ പെയ്ത ദിവസമായിരുന്നു. കോളിംഗ് ബെല്ല് ശബ്ദിക്കുന്നേട്ട് അവൾ വാതിൽ തുറന്നു. പുറത്ത് മഴ നനഞ്ഞിരിക്കുന്ന ആളെ കണ്ടതും അവൾ തറഞ്ഞു നിന്നു. അച്ഛൻ. ആദ്യത്തെ അമ്പരപ്പ് മാറിയതും ഓടിച്ചെന്ന ആ കാലുകളിലേക്ക് വീഴുമ്പോൾ അവൾ സ്വയം മറന്ന് അറിയാതെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെറുകയിൽ ആ പിതാവ് ചുംബിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ഈ പാപിയായ മകളോട് അച്ഛൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന്. അച്ഛാ കയറി വാ, ആകെ നനഞ്ഞല്ലോ. അവൾ അച്ഛൻ്റെ തല തുവർത്തി കൊടുത്തു. അച്ഛനെയും അമ്മയും മറന്നു അല്ലേ? ഇല്ല അച്ഛാ, ഓരോ നിമിഷം ഓർക്കും. എനിക്കകത്ത് ഈ ഭൂമിയിൽ രണ്ടുപേരേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എൻ്റെ അച്ഛനോടും അമ്മയോടും വഞ്ചന കാണിച്ച ഈ മകളോട് രണ്ടാളും ക്ഷമിക്കുമെന്ന് എനിക്കറിയായിരുന്നു അച്ഛാ. പക്ഷേ ആ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം മാത്രം എനിക്കിനി നേടാനായിട്ടില്ല. എങ്കിലും ഞാൻ വരുമായിരുന്നു. കാണാൻ അത്രയ്ക്ക് കൊതിയായിരുന്നു. അമ്മക്ക് സുഖാണോ അച്ഛാ? എന്നോട് ഇപ്പോഴും പിണക്കാണ് അമ്മക്ക്? മകളെ വെറുക്കാൻ ഇതിൽ അമ്മക്ക് കഴിയോ മോളെ? അച്ഛാ ഈ നനഞ്ഞ വസ്ത്രം മാറ്റിയിട്ടാ ഈ മുണ്ടെടുക്ക്. അപ്പോഴേക്കും ഞാൻ ചൂട് ചായ എടുക്കാം. അവൾ ചായയും കൊണ്ട് വന്നപ്പോൾ അയാളെന്തോ ആലോചനയിലായിരുന്നു. എന്താ അച്ഛാ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല മോളെ. അച്ഛാ ദേ നോയിക്കേ, എൻ്റെ മോനാ. അവനെ കണ്ടത് അയാൾ ചാടി എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് അവനെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു.
ഇവനെ കാണുമ്പോൾ നിന്റെ അമ്മയ്ക്ക് എന്തുമാത്രം സന്തോഷാവുന്നറിയോ? അമ്മയ്ക്ക് ഈടായിട്ട് തീരെ വയ്യ. അയ്യോ, അമ്മയ്ക്ക് എന്ത് പറ്റി അച്ഛാ? ഒറ്റ മകളെ കാണാത്ത വേദനയിൽ ഉരുകിയുരുകി ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായില്ലേ. ഇന്നും ഓരോരോ അസുഖങ്ങളാ. ശരീരത്തിനല്ല, ആ മനസ്സിനാണ് വേദന എന്ന് എനിക്കല്ലേ അറിയൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളിപ്പോഴും സാൻഡോയോടൊപ്പം ജീവിക്കുകയാണെന്ന് അവളുടെ വിചാരം. ഞാനും അങ്ങനെയാ കരുതിയത്. നിങ്ങൾ എവിടെയാണെന്ന് ഒത്തിരി അന്വേഷിച്ചു. അങ്ങനെയാണ് നിങ്ങൾ ആദ്യം താമസിച്ച കോളനി എത്തിയത്. അവിടെയുള്ള ആർക്കും നിങ്ങൾ എവിടെയാണെന്ന് അറിയില്ല. പിന്നെ ആരോ പറഞ്ഞു നീ അടുക്കള പണിക്ക് നിന്ന് സന്ധ്യ എന്നൊരാളുടെ വീട്ടിലാണെന്ന്. അവിടെ ചെന്നപ്പോഴാ എൻ്റെ മോൾക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ അറിഞ്ഞത്. സത്യത്തിൽ തകർന്നുപോയി ഞാൻ. പക്ഷെ തോൽക്കാതിരിക്കാൻ നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നിന്നെ ഒന്ന് കാണാൻ തിടുക്കമായി. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഓടി വരികയായിരുന്നു. മഴ പെയ്ത പോലും ഞാൻ അറിഞ്ഞില്ല. ഇവിടെ വന്ന് നിന്നെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. ഒരു പെൺകുട്ടിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും വളരാൻ കഴിഞ്ഞല്ലോ. അച്ഛന് സന്തോഷമായി. നമുക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകണം അച്ഛാ. എനിക്ക് അമ്മയെ കാണണം. പോവാം. അവർ 6 മണിയോടുകൂടെ പോവാനിറങ്ങി. കൂടെയുള്ള ചേച്ചിയും മോനും ട്രെയിനിൽ കയറിയ പാടെ ഉറക്കമാണ്. പിറ്റേന്ന് പുലർച്ചയോടെ വീട്ടിലെത്തുമ്പോൾ അമ്മ കാണാത്ത ഭാഗത്തിൽ തിരിഞ്ഞു നിന്നു. അമ്മയെന്ന് വിളിച്ചിട്ടും അവർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. പിന്നിലൂടെ അവരെ മുറുകെ പുണർന്ന് അവൾ കുറേ നേരം നിന്നു. അവളുടെ കണ്ണുനീർ പുറന്നനച്ചപ്പോൾ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞു നിന്ന് അവൾ ഇറുകെ പുണർന്നവർ ഒരേ നിൽപ്പ് നിന്നു. അവരുടെ സാരി തലപ്പിൽ പിടിച്ചു വലിക്കുന്ന കുഞ്ഞിനെ അപ്പോഴാണ് അമ്മ കണ്ടത്. അവനെ എടുത്ത് വാരി അണച്ചുകൊണ്ട് അവർ അത്യാഹ്ലാദത്തോടെ അകത്തേക്ക് പോകുന്ന കണ്ടപ്പോൾ അച്ഛൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. 2 ദിവസം അവിടെ നിന്നിട്ട് അവൾ കുഞ്ഞിനെ കൂടെയുള്ള ചേച്ചിയും കൂട്ടി തിരികെ പോരാൻ നിൽക്കുമ്പോൾ അമ്മയുടെ മുഖം വല്ലാതെ വാടിയിരുന്നു. ഞാൻ എല്ലാ ആഴ്ചയും വരാം. എല്ലാം ഇട്ടെറിഞ്ഞു പോന്ന എന്നെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ടുണ്ടെന്ന കുറേ ജോലിക്കാരുണ്ട്. അവരുടെ ജീവിതം വഴിമുട്ടി പോകും. എന്നെപ്പോലെ ആത്മാർത്ഥമായിട്ട് സ്ഥാപനം നോക്കാൻ കഴിവുള്ള ഒരാളെ കിട്ടിയാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോരും. പിന്നെ ഇടയ്ക്കൊക്കെ പോയി നോക്കിയാൽ മതിയല്ലോ. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് സ്വന്തം ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മകളല്ല ഞാൻ. എനിക്ക് നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ കഴിഞ്ഞാൽ മതി. അതിലും വലുതല്ല എനിക്കൊന്നും. അതോർത്ത് മോള് വിഷമിക്കണ്ട. നിന്റെ കഷ്ടപ്പാടിൻ്റെ വിലയാ നിന്റെ സ്ഥാപനം. അത് നന്നായി തന്നെ നീ കൊണ്ടുപോകണം. പിന്നെ ഇനി ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് നിൽക്കാമല്ലോ. ഞങ്ങൾ വന്നേക്കാം. മോളിപ്പോൾ ചെല്ല്. നേരായിട്ട് അങ്ങോട്ട് വരുമോ അച്ഛാ? വരും. പിന്നെ ഞങ്ങൾക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലടി. ഇനി ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കട്ടെ. ഞങ്ങളൊരു സെക്കൻഡ് ഹണിമൂണ് പോയാലോ എന്നൊരു ആലോചന അല്ലേടി? അയാൾ ഭാര്യയെ നോക്കി കണ്ണിറുക്കി. ഒന്ന് പോ മനുഷ്യ. ആ പ്രായത്തിൽ അമ്മയുടെ മുഖത്ത് നാണം വിരിയുന്ന നയനെ നോക്കി നിന്നു. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. നയന വൈകുന്നേരം എത്തുമ്പോൾ ആരോ വീട്ടിലുണ്ട്. ഡൈനിങ് റൂമിൽ നിന്ന് ചായ കുടിക്കുന്നു. മോൻ അയാളുടെ മടിയിലിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റ് മോൻ്റെ വായിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. നയന അടുത്തിയെന്നു. ആ മുഖം കണ്ടതും നയനയുടെ ഹൃദയം നിന്നുപോയതുപോലെ അവൾക്ക് തോന്നി. സാൻഡോ? അവളെ കണ്ടത് അയാൾ എഴുന്നേറ്റു. നയനെ, അയാൾ പതിയെ വിളിച്ചു. തന്നോട് ആര് പറഞ്ഞോ എന്റെ വീട്ടിൽ കയറാൻ? നയനെ, ഇറങ്ങി പോട പുറത്ത്. ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് സഹായിയായ ചേച്ചി ഓടിയിറങ്ങി വന്നു. അയ്യോ മോളെ, ഇത് സാൻഡി ആണോ? മോളുടെ ബന്ധുവാണെന്ന് അയാൾ പറഞ്ഞ്. അതാ ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞ്. സാരല്ല, ചേച്ചി അകത്തേക്ക് പോയിക്കോ. അവർ അകത്തേക്ക് പോയി. തന്നോട് ഇറങ്ങിപ്പോലാടോ പറഞ്ഞ്. നയനെ, അന്ന് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. നീ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ മോനാണ് സത്യം. ഇനി ഒരിക്കലും ഞാൻ അതിനെ വിട്ടു പോവില്ല. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനോടും ഭാര്യയോടൊപ്പം ജീവിക്കണം. തൻ്റെ ഭാര്യയോ? അതിന് താനെ വിവാഹം ചെയ്തിട്ടുണ്ടോ? നിയമപരമായിട്ട് വിവാഹം ചെയ്തിട്ടില്ലെങ്കിലും കുഞ്ഞ് എൻ്റേതല്ലേ. എൻ്റെ മകൻ അച്ഛനില്ല, അവന് ഞാൻ മാത്രമേ ഉള്ളൂ. താൻ ഇറങ്ങിപ്പോകുന്നുണ്ടോ അതോ പോലീസിനെ വിളിക്കണോ? എടീ! പെട്ടെന്ന് അയാളുടെ മുഖം മാറി. കുഞ്ഞ് എൻ്റേതാണെങ്കിൽ ഇവനെ കൊണ്ടുപോകാൻ എനിക്കറിയാം. അയാൾ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. എൻ്റെ കുഞ്ഞിനെ വിടറോ? മര്യാദക്ക് പറഞ്ഞ അവൾക്ക് മനസ്സിലാവില്ല. ഇനി കുഞ്ഞ് എൻ്റെ കൂടെ വളരും. അയാൾ കുഞ്ഞിനെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും നയന ഡൈനിങ് ടേബിളിൽ നിന്ന് ജഗ് എടുത്ത് അയാളുടെ തലയിലടിച്ചു. പെട്ടെന്നുള്ള അവളുടെ ആക്രമണത്തിൽ അയാൾ പകച്ചെന്ന നേരം കൊണ്ട് അവൾ കുഞ്ഞിനെ എടുത്തു. തലയുടെ ഇടതുവശം മുറിഞ്ഞ് രക്തം ഒഴുകി തുടങ്ങിയപ്പോൾ അയാൾ ഭയപ്പാടോടെ മുറ്റത്തേക്ക് ഇറങ്ങി. എടീ, നീ കരുതിയിരുന്നോ ഈ സാൻഡോയെ തള്ളിയിട്ട് നീ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതണ്ട? ഇറങ്ങി പോടാ മോനെ. അവൾ വാതിൽ വലിച്ചടച്ചു. ഡീ, വാതിലോർക്കടി. അടഞ്ഞ വാതിൽ തട്ടി അയാൾ ആക്രോശിച്ചു. തുറക്കാത്ത വാതിൽ നോക്കി അയാൾ എന്തൊക്കെ അസഭ്യം പുലമ്പിയിട്ട് ബൈക്കിൽ കയറിപ്പോയി. പിറ്റേന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയന പത്രത്തിൽ ആ വാർത്ത കണ്ടത്. വിവാഹ തട്ടിപ്പ് വീരൻ അറസ്റ്റിൽ. പലയിടങ്ങളിൽ നിന്നായി പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അവരുടെ കയ്യിലെ പണം കൊണ്ട് ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു ഇയാൾ. പണം തീർന്നാൽ അവരെ ഉപേക്ഷിച്ച് കടന്നു കളിയാണ് ഇയാളുടെ രീതി. പല പെൺകുട്ടികളുടെയും പരാതിയുമേൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണത്തിനിടയിൽ ഇന്നലെ ടൗണിൽ നിന്ന് അയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സാൻഡോയുടെ മുഖം പത്രത്തിൽ കണ്ടത് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു.